ഹലോ കൂട്ടുകാരെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നൊരു സ്ഥലത്താണ്. ഇത് കാണണമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മിറാക്കിൾ ഗാർഡൻ, ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഡനായ മിറാക്കിൾ ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇത് കാണാനായിട്ട്. വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഇങ്ങനെയും ഗാർഡൻ ഉണ്ടോ എന്ന്. ഇപ്പോഴാണത് എനിക്ക് മനസ്സിലായത്. എന്തൊരു ഭംഗി, പറഞ്ഞാലും തീരില്ല കേട്ടോ ഇതിൻ്റെ ഭംഗി. നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെ ഒപ്പമാണ് വന്നിരിക്കുന്നത്. അവർ ഫോട്ടോ എടുക്കണ തിരക്കില്ല. ഇത് നോക്കൂ, ഞാനാണെങ്കിലോ വീഡിയോ എടുക്കുന്ന തിരക്കിലും. എന്നാലും എനിക്ക് അത് നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയാമോ. പൂക്കളുടെ ഒരു എന്താ പറയുന്നത്, ഒരു പറുദീസ തന്നെ. പല പല വർണ്ണങ്ങളിലും ഷേപ്പുകളിലുമായി അവിടെ പൂക്കൾ കാണാൻ കഴിഞ്ഞു എനിക്ക്. പല പല കളറുകളിലും. സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ഇതാണ് കൊടുക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞതെല്ലാം ഒരു അടുക്കും ചിട്ടയില്ലാതെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ്. അപ്പം ഇവിടെ പറയുന്നത് കേട്ടോ, രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ കേട്ടോ, 50 മില്യൺ ചെടികളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ പല പല ഷേപ്പുകളിലും എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ അങ്ങനെ പൈപ്പുകളിലായിട്ടാണെങ്കിലും അതിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ ഇങ്ങനെ ബോൾ പോലെ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാൻ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയാമോ, ഇത്രയും വലിയ ചൂടിലും ഇവിടെ ഒരൊറ്റ പൂക്കൾ കരിയോ ഇല കരിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മനോഹരമായൊരു തടാകം പോലെയാണ് അവരുണ്ടാക്കിയേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിന്ന് പോവും. അതിൽ കൂടി ആ വെള്ളം ചാട്ടവും ഇവിടെ കൂടെയാണോ വെള്ളം ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമെന്ന് പറയും. പക്ഷേ അങ്ങനെ ക്ഷാമം എന്നല്ല, എന്നുവെച്ചാൽ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ്. പിന്നെ ഇവിടുത്തെ തന്നെ വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച വെള്ളം റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ ചെടികൾക്കൊക്കെ നനയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. ഒരാൾ അങ്ങോട്ട് പോകരുതെന്നോ ഇങ്ങോട്ട് പോകരുതെന്നോ പറയുന്ന ഒരു ഗാർഡനറിയോ ഒരാളെ പോലും അവിടെ കണ്ടില്ല ഞാൻ. പിന്നെ ഇവിടെ ആരും ഇങ്ങനെ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ പൂ പറിക്കാൻ പാടില്ല, പിന്നെ വൃത്തികേടാക്കാൻ പാടില്ല. അതൊക്കെ ഇവിടെ ഈ രാജ്യത്തിൻ്റെ ഒരു റൂള് തന്നെയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ആരും അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഇത് കുടകൾ കൊണ്ട് മനോഹരമായിട്ട് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ ബെഞ്ചും അതൊക്കെ ഇട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രത്യേക ഒരു അനുഭവം, റെസ്റ്റ് ചെയ്യാനൊന്നും ഇരിക്കാനൊന്നും തോന്നുകയില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടാലും നമുക്ക് മതിയാവില്ല. അത്രയ്ക്ക് ഭംഗിയേറിയ ആർച്ചുകളും. പിന്നെ കുട്ടികൾ ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു. ഈ ലവ് സൈനിൽ ചെടികളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവർ. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട്. പിന്നെ ഇത് തന്നെ ഞാനാണെങ്കിലോ ഈ വീഡിയോ എങ്കിലും എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. സന്ധ്യയാവും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആകുന്നതുകൊണ്ട് കുറച്ച് മങ്ങിയ ഇത് ശരിയാകുമോ എന്നൊരു സംശയമുണ്ട്. ഇത് കണ്ടോ, പൂക്കൂട പോലെ, അതായത് ഫ്ലവർ വേസ് പോലെ. ഇതിൻ്റെ മുകളിൽ ഇത് മുഴുവൻ ചെടികളാട്ടോ. ഇത് മുഴുവനും പൂക്കളാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ് ഇതിനകത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള കാർട്ടൂൺ ഇങ്ങനെ ചെറിയ ചെറിയ ഡോളുകളെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അവിടെയുണ്ട്. അപ്പം അതും നമുക്ക് കാണാം. അപ്പം ഞാൻ ഈ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയാം. പിന്നെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പലരും ഇങ്ങനെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ഇത്രയായിട്ടൊന്നും പറയാനറിയില്ല. എനിക്ക് വാക്കുകളും കിട്ടുന്നില്ല. കാരണം ഇതിൻ്റെ ഭംഗി കാരണം എന്താണ് പറയേണ്ടതെന്നും ഓക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക.
ഇവിടെ എല്ലാം 30 ദിർഹമാണ്. പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് വേണ്ടി. എമിറേറ്റ്സ് ആണ്, എമിറേറ്റ്സ്. ഒറിജിനൽ പ്ലെയിനിൽ അവർ പൂക്കൾ പിടിച്ചേക്കാണ്. പൂക്കൾ പിടിപ്പിച്ചേക്കോ വൈറ്റ് കളർ. ഡാൻസിങ് ഡോൾ. Der Weide keine Weißzahn, die hat 3 was der Weißzahn, aber ihre Hand ist 12. Wenn du denkst, jetzt speicherst, nur in der Kamera und 400 Ay, no. പടകള്. You're feeling sleepy?
സന്ധ്യയാണ് കേട്ടോ. നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, ഇവിടെ മുഴുവനും ഭക്ഷണത്തിൻ്റെയാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും മേടിക്കാം. ഞങ്ങളതെല്ലാം ജ്യൂസ് കഴിച്ചു. ഇവിടെ ബാമ്പൂയിൽ ഇങ്ങനെയാണ് ലൈറ്റ് ഇട്ടു അവരെല്ലായിടത്തും. അവിടെ കയറാന്ന് പറഞ്ഞു. What's wrong?